വേണ്ടാന്ന് പറഞ്ഞു. ഒരു ദിവസം അവിടെ ജോലി ചെയ്തുള്ളൂ. തിരിച്ചു പോകാൻ പൈസ കയ്യിലില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുക. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. എനിക്കെന്ത് തോന്നാലും തോന്നി മുരുകനെ ഒന്ന് ചോദിച്ചു നോക്കാം. രവി എന്തെങ്കിലും അടുത്ത് ഞാൻ ചോദിച്ചു. സന്തോഷമുള്ള കാര്യല്ലേ? അന്നത്തെ അവസ്ഥ ഓർമ്മ ഞങ്ങൾ ഇതൊരിക്കലും ഇവിടെ പറയുന്ന ഒരു കാര്യമല്ല. അത് മനസ്സിലായി. ഒറ്റ ബട്ടൺസ് ഉള്ള ഒരു ഷർട്ടും ഒരു ചാക്ക് ജനം വെച്ച് കെട്ടിയ ഒരു ജീൻസും. അത് അവന് പറ്റിയതല്ല, ആരുടെയോ വലിയ വലിപ്പത്തിലുള്ള ഒരു സാധനം. അപ്പൊ അത് അതിന്റെ ഹുക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് ചാക്ക് ജനം വെച്ചാണ് അരക്കി കെട്ടിയിരുന്നത്. അപ്പൊ ആ ഒരു ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിൽ നിൽപ്പുണ്ട്. അപ്പം കൊണ്ടുവന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവർ തന്നെ, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ തന്നെ പറഞ്ഞു, ആൺകുട്ടിയല്ലേ, ഇവളൊരു പെൺകുട്ടിയല്ലേ, നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് വളർത്തിയാൽ എങ്ങനെയാ, പിന്നീടൊക്കെ അത് ബുദ്ധിമുട്ടാവത്തില്ലേ എന്നൊക്കെ ചോദിച്ചു ഞങ്ങളോട്. അവന്റെ വളർച്ചയില് അവനോടൊപ്പം നിന്ന ഒരു കുടുംബമുണ്ട്. അവന്റെ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ. അവരാണ് മുരുകനെ സ്വന്തം മകനെ പോലെ വളർത്തി ഇന്ന് കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്. ഒരു നേരത്തെ മുട്ടായിക്ക് പോലും അമ്മയുടെ സാരിത്വം ചോദിച്ച് ഞാൻ കരുന്ന് മേടിച്ചിട്ടുണ്ട്. എങ്ങനെയും കഷ്ടപ്പെടണം നല്ല മനസ്സുണ്ടായിരുന്നു. പഠിക്കുന്നതിനൊക്കെ കൂടുതൽ താല്പര്യം എനിക്ക് കഷ്ടപ്പെടാനായിരുന്നു. അപ്പൊ നല്ല പണിക്കൊക്കെ ഞാൻ പോവായിരുന്നു, അവിടെ കിട്ടുന്ന പണിക്കൊക്കെ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഇനി ശമ്പളത്തിനൊന്നും നിൽക്കണ്ട, എന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് നോക്കിക്കോളാം. കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവൻ ആ മകൻ എന്നുള്ള ഒരു സ്വാതന്ത്ര്യവും വീട്ടിലായി. മകൻ എന്നുള്ള മൂത്ത മകന്റെ ആ സ്വാതന്ത്ര്യത്തോടുകൂടി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവൻ തന്നെ. മുരുകനും മുരുകന്റെ ഫാമിലിനെയും നമുക്ക് പരിചയപ്പെടാം. ഇതാണ് മുരുകനും മുരുകന്റെ ഫാമിലിയും. പട്ടിണി കൊണ്ടിട്ട് പൊറുതി മുട്ടിട്ട് കേരളത്തിൽ വന്ന ജോലി കിട്ടും, അല്ലെങ്കിൽ കേരളത്തിൽ വന്ന രക്ഷപ്പെടുമെന്ന് മുരുകനോട് ആരാ ഇത് പറഞ്ഞത്? അന്ന് അവിടെ അച്ഛനൊന്നും ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അപ്പം ആ സമയത്ത് അമ്മ മാത്രമേ ഉള്ളൂ. ചെറിയ പണിയൊക്കെ അമ്മ പണി ചെയ്യുമായിരുന്നു. അപ്പൊ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവിടെ. അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 മക്കളായിരുന്നു, അവിടെ അനിയനുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അമ്മ പണിക്ക് പോകുന്ന സമയത്തൊക്കെ അന്നേരം പൈസക്കൊക്കെ ബുദ്ധിമുട്ട്, മുട്ടായിക്ക് വരെ അന്നേരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സാഹചര്യം വന്നപ്പോൾ കുറെ ഞാൻ പഠിച്ചോടെ സ്കൂളിൽ പോയിരുന്നു അത്യാവശ്യം. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയും കഷ്ടപ്പെടണം നല്ല മനസ്സുണ്ടായിരുന്നു. പഠിക്കുന്നതിനൊക്കെ കൂടുതൽ താല്പര്യം എനിക്ക് കഷ്ടപ്പെടാനായിരുന്നു. അപ്പൊ നല്ല പണിക്കൊക്കെ ഞാൻ പോവായിരുന്നു, അവിടെ കിട്ടുന്ന പണിക്കൊക്കെ. അന്ന് വെച്ചാൽ പൈസക്ക് ഭയങ്കര ഞാൻ പറഞ്ഞ ഒരു നേരത്തെ മുട്ടായിക്ക് പോലും അമ്മയുടെ സാരിത്വം ചോദിച്ച് ഞാൻ കരുന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആരും സഹായിക്കാനും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ അമ്മ മാത്രമായിരുന്നു നോക്കുന്നത്. അപ്പൊ ഉള്ളിന്ന് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് അന്ന് പെട്ടെന്ന് തോന്നി വെച്ചാൽ ഇങ്ങനെ അവിടെ ഈ പൂ പറിക്കാനൊക്കെ പോവായിരുന്നു. 6-7 വയസ്സ് വേണമായിരിക്കും ആ പ്രായത്തില്. ഇപ്പൊ കൂട്ടുകാരോടൊക്കെ നടന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറം പോയി പൂ നുള്ളാൻ പോകും. രാവിലെ 6 മണിക്ക് പോയി ഞാൻ 10 മണി വരെയൊക്കെ നിൽക്കും.